തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ പറയുന്നതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടിയാണ് അവർ നേരിട്ട് തന്നെ ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ഒരു രേഖയായി കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കോടതി ചെയ്യാൻ പോകുന്നത് കേസിന്റെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് ഈ ഒരു കേസിൽ, അതായത് ജാമ്യത്തിന് അർഹനാണോ അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത് വിക്കിയുമായിട്ടുള്ള സാക്ഷിയെ സ്വാധീനിക്കുവാനോ അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുവാനോ ഏതെങ്കിലും സാധ്യതയുണ്ടോ, ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് മാൻഡേറ്ററി ആണോ എന്നുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ഒരു ജാമ്യാപേക്ഷയുടെ സമയത്ത് കോടതി പരിശോധിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ഈ പറയുന്ന പ്രതി ആരോപിക്കപ്പെട്ട ആളിന്റെ മുൻകാല പശ്ചാത്തലവും അല്ലെങ്കിൽ അദ്ദേഹം സമാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കേസുകളും ഒക്കെ തന്നെ കോടതി മുഖവിലേക്ക് എടുക്കുന്നത് പതിവാണ്. പക്ഷേ ഇവിടെ ഒരു കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കേസിൽ നോട്ട് ടു അറസ്റ്റ് കോടതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നോട്ട് ടു അറസ്റ്റിന്റെ കാലയളവിൽ അദ്ദേഹം ആ ഒരു കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീണ്ടും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ അതിജീവിതയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ കേസന്വേഷണത്തിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കേസന്വേഷണത്തെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള വസ്തുതകൾ മാത്രമേ കോടതിക്ക് പരിശോധിക്കുകയുള്ളൂ. ഇവിടെ പലപ്പോഴും മാധ്യമങ്ങളിലും മറ്റു വാർത്തകളൊക്കെ നമുക്ക് വരുന്നത് വലിയൊരു വിചാരണ അല്ലെങ്കിൽ അതൊക്കെ ഒരു കേസിന്റെ മെറിറ്റിനെ കുറിച്ചും ഡിമെറിറ്റിനെ കുറിച്ചും ഒക്കെ ഒരു ട്രയൽ നടത്തുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കോടതിക്ക് പരിശോധിക്കാൻ കഴിയത്തുള്ളൂ. അതല്ലാതെ പ്രാഥമികമായ വസ്തുതകൾ മാത്രമാണ് ഒരു ബെയിലിന്റെ സാഹചര്യത്തിൽ ബെയിലിന്റെ സമയത്ത് കോടതി പരിശോധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബെയിലിന് അർഹനാണോ എന്നുള്ള കാര്യം തീരുമാനിച്ച ശേഷം കോടതി ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെ ഈ രാഹുലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകനെ വിളിച്ചു വരുത്തിയിട്ട് രാഹുലിനെ ഉണ്ടാക്കാൻ തലക്കെട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാ. പക്ഷേ വിളിച്ച അഭിഭാഷകൻ മാറിപ്പോയതാണോ, ഇനി നമ്പർ മാറി വിളിച്ചതാണോ എന്നൊന്നും അറിയില്ല. നിയമം എന്താണ്, കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണ്, കോടതിയുടെ നോട്ടം എങ്ങനെയാണ് എന്നുള്ളത് അഭിഭാഷകൻ അങ്ങനെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. മാധ്യമങ്ങളുടെ തലക്കെട്ടും നിങ്ങളുടെ വാർത്തകളും നിങ്ങളുടെ സ്റ്റോറികളുമല്ല കോടതി പരിഗണിക്കുക എന്നുള്ളത് ഇപ്പോഴെങ്കിലും മാപ്രകൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? ഇന്നിപ്പോൾ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ അവിടെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അവിടെ ആദ്യ കേസിലെ പരാതിക്കാരി ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. എന്താണ്? രാഹുൽ ക്രൂരനാണ്, രാഹുൽ ബലാത്സംഗം ചെയ്തു, രാഹുൽ പീഡിപ്പിച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു. ക്രൂരത ഈ 3 പരാതികൾ നോക്കി എല്ലാത്തിലും വലിയ ക്രൂരതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് പരാതികളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, കോടതിയിലെത്തുമ്പോൾ അതുണ്ടാവില്ല. കാരണം അതിന് തെളിവുകളില്ല എന്ന് മാത്രമല്ല, ഇത് രണ്ടുപേരും കിടന്ന് കുത്തിമറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അത് രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം അയാൾ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ അത് തെറ്റാണോ? അല്ല. പിന്നെ എവിടെയാണ് അത് തെറ്റാതാകുന്നത്? അത് നമ്മൾ സദാചാരമായി നോക്കുമ്പോൾ അത് തെറ്റാണ്, മൊറാലിറ്റി നോക്കുമ്പോൾ അത് തെറ്റാണ്. പക്ഷെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം അത് തെറ്റാണോ? അല്ല, ഒരിക്കലും തെറ്റല്ല. അതാണ് രാഹുൽ പറയുന്നതും. അപ്പോൾ ഈ അവിഹിതം ഇത്രയേ ഉള്ളൂ, ഒരു വേശ്യത്തരം, ഒരു അവിഹിതം അതുണ്ടായി. അതിൽ പിന്നെ എവിടെയോ തെറ്റിയപ്പോൾ കിട്ടിയതും കൊടുത്തതൊന്നും മതിയാകാതെ വന്നപ്പോൾ ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായപ്പോൾ അവിടെ തെറ്റി. അന്ന് അതുവരെ നടന്ന അവിഹിതങ്ങൾ പിന്നീട് പീഡനമായി. അന്ന് വരെ നടന്ന ഇൻ്റർകോഴ്സ്, ലൈംഗിക ബന്ധം, അതൊക്കെ ബലാത്സംഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാൻ കാരണം പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകൾ അത്രയും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള വലിയ പടച്ചുവിടലുകളാണ്, അല്ലേ? തലക്കെട്ടുകൾ ഓരോന്നും കണ്ടാൽ നമ്മൾ കരുതുമെന്ത്, രാഹുലിൻ്റെ തലയിൽ എന്തോ ആകാശം ഇടിഞ്ഞ് താഴെ വീണു, അയാളുടെ തലയിൽ വീണു എന്ന് നമ്മൾ കരുതും. ആ രീതിയിലാണ് തലക്കെട്ടുകൾ, അല്ലേ? നിങ്ങൾ നോക്ക്, രാഹുലിന് വൻ തിരിച്ചടി, രാഹുലിന് കുരുക്ക്, രാഹുൽ പ്രതിസന്ധിയിൽ, രാഹുൽ ചാവാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയല്ല വാർത്തകൾ വരുന്നത്, അല്ലേ? എന്തോ രാഹുലിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അയാൾ എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണോ? കോടതിയിലെത്തുമ്പോൾ ഇങ്ങനെയാണോ നടക്കുന്നത്? അല്ല.
കോടതിയിലെത്തുമ്പോൾ ഈ നമ്മൾ കാണുന്ന ഒരു 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 അന്തരീക്ഷമേ അല്ല കോടതിയിലെല്ലാം നേരെ തിരിഞ്ഞാണ്. കാരണം ഈ പറയുന്ന പരാതിക്കാരനെ പല സമയങ്ങളിൽ പല ആവർത്തി ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനമായി എന്ന് പറയുന്ന ആളുകൾ അതിനുശേഷം നിരന്തരമായി രാഹുലുമായി ബന്ധപ്പെടുന്നു, രാഹുലുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു, രാഹുലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, രാഹുലുമായിട്ട് സ്നേഹം കൈമാറുന്നു, രാഹുലിന് ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഇതൊക്കെ കോടതിയുടെ മുന്നിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങളും ഒക്കെ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ പീഡനമാകും, എങ്ങനെ ബലാത്സംഗമാകും എന്നുള്ള ചോദ്യം കോടതിയും തിരിച്ചു ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ മർദ്ദിച്ചു, സാമ്പത്തിക ചൂഷണം ചെയ്തു, മുഖത്ത് തുപ്പി, ക്രൂരമായി മർദ്ദിച്ചു, നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബലാത്സംഗവും പീഡനവും ഇതൊന്നും നിലനിൽക്കില്ല എന്നറിയാം. അതാണ് സാമ്പത്തിക ചൂഷണം ചെയ്തു എന്ന് പറയുന്നത്, അതാണ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുന്നത്, മുഖത്ത് തുപ്പി എന്നൊക്കെ പറയുന്നത്. അത് ഈ പരാതി എഴുതിയുണ്ടാക്കുന്നവർക്ക് അറിയാം ഈ പരാതി നിലനിൽക്കില്ല എന്നറിയാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കേസിൽ എവിടെയെങ്കിലും രാഹുലിനെ ഒന്ന് പിടിക്കണം എന്നുള്ള രീതിയിലാണ് മുഖത്ത് തുപ്പി. ഞാൻ ആദ്യമേ പറഞ്ഞു, തുപ്പിയത് മുഖത്തല്ല, തുപ്പിയിട്ടുണ്ട് ശരിയാണ്, തുപ്പലം കൂട്ടി അടിച്ചിട്ടുമുണ്ട്, അതും ശരിയാണ്, പക്ഷേ മുഖത്തല്ല എന്നുള്ളതാണ്. എവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത് ഇനി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ അതിന് ഒരു വലിയ ക്രൂരതയുടെ മുഖമുണ്ടാക്കി രാഹുലിന് വലിയ എന്തോ ക്രൂരനാണ്, വലിയ ക്രിമിനലാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം. ഇത് എന്തിനാ? ഈ രാഹുൽ മാങ്കൂട്ടം വേട്ടയുടെ ലക്ഷ്യം തന്നെ എന്നായിരുന്നു. അത് ഒന്ന് തെരഞ്ഞെടുപ്പിലെ ഒരു ആയുധമാണ്, രണ്ട് തെരഞ്ഞെടുപ്പ്, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് പ്രയോഗിച്ചിരുന്നു, പക്ഷേ അവിടെ എല്ലാം കൊണ്ട് തിരിച്ചടിയായിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് പ്രയോഗിക്കാൻ പോകുന്നത്, അവിടെയും തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിവാദം ഉണ്ടാകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായിട്ടാണ്. പിന്നെ ആ ഒരു വിവാദം കൊണ്ട് ലക്ഷ്യമിട്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, അയാൾ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാവാൻ പാടില്ല, അയാളെ ചവിട്ടി താഴ്ത്തണം. അതിനെന്ത് വേണം? അയാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റണം. കാരണം രാഹുലിന് വലിയ സ്വീകാര്യതയുണ്ട്, പിണറായി വിജയന് പോലും ഇത്ര വലിയ സ്വീകാര്യത ഉണ്ടാവില്ല. ജനങ്ങൾക്ക് അത്ര സ്വീകാര്യത, ഒരു മുഖ്യമന്ത്രി പോലും ഒരു മന്ത്രി പോലും ആവാത്ത രാഹുലിനോട് അത്രയും വലിയ സ്വീകാര്യത ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സ്വീകാര്യത പറിച്ചു മാറ്റണം. അവരുടെ മനസ്സിൽ ആ സ്നേഹത്തിന് പകരം വെറുപ്പ് കുത്തി നിറക്കണം. അതിനെന്താണ് വഴി? അതിന് ഈ പരാതികളിൽ ഈ ക്രൂരതയുടെ മുഖം ഇങ്ങനെ വരച്ച് കാട്ടണം. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്ന് കണ്ടു നോക്കിയാൽ എന്ത് മനസ്സിലാകും? നിങ്ങൾ എന്താ കരുതുക? എന്തോ വിചാരണ കഴിഞ്ഞു, വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞു, കോടതി കുറ്റപത്രം സമർപ്പിച്ചു, ആ കുറ്റപത്രത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയെന്ന് കോടതി കണ്ടെത്തി, രാഹുൽ പറഞ്ഞതൊക്കെ കോടതി തള്ളി എന്നൊക്കെയാണ് നിങ്ങൾ കരുതുക. എന്നാൽ കോടതിയിൽ ഇതെന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. രാഹുൽ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ജാമ്യം എന്തുമാവട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ട്രയൽ പോലും തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം ജാമ്യാപേക്ഷവുമായി കോടതിയെ സമീപിക്കുമ്പോൾ കോടതി അവിടെ ഇതിൻ്റെ ഒരു ഒരു പ്രൈമറി ഘട്ടമാണത്. അവിടെ പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എന്താണ് തോന്നുന്നത് അതാണ് കോടതി നോക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി, ആഴത്തിലേക്ക് ഇറങ്ങി, കൂടുതൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒന്നും കേട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ കോടതിക്ക് എന്തു തോന്നുന്നു എന്നുള്ള ആ ഒരു പ്രാഥമികമായ ഒരു മുകളിൽ കൂടെയുള്ള ഒരു നോട്ടം മാത്രമാണ് കോടതി നോക്കുക. അതിനനുസരിച്ചാണ് ജാമ്യം വേണോ വേണ്ടയോ എന്നൊക്കെ കോടതി തീരുമാനിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളിലെ വാർത്ത കേട്ടാൽ നിങ്ങൾ എന്താ കരുതുക? എല്ലാം കഴിഞ്ഞു, കോടതി രാഹുലിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി എന്നല്ലേ നിങ്ങൾക്ക് തോന്നുക? എന്നാൽ അങ്ങനെയാണോ കാര്യം? അല്ല. അപ്പോൾ മാപ്രകൾ ഒരു അജണ്ട, ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ഒരു അജണ്ട നടത്തുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടില്ല. ഇത് വേറെ ആർക്കെങ്കിലും, ഇപ്പം എന്താ PT കുഞ്ഞുമുഹമ്മദിന് നേരെ ലൈംഗിക പരാതി വന്നു അല്ലേ? ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് ഒരു ചലച്ചിത്ര പ്രവർത്തക പരാതി കൊടുക്കുന്നു. ആ പരാതി കിട്ടിയ പരാതി വിജയൻ അണ്ണാക്ക് തള്ളി.
പോരാഞ്ഞിട്ട് ആ പരാതിക്കാരി നിരന്തരമായിട്ട് പോലീസിന് പുറകെ നടക്കേണ്ടി വന്നു. ഞാൻ തന്ന പരാതിയിൽ എന്താണ് നടപടി എന്ന് ചോദിച്ചിട്ട്. അവസാനം വാർത്തയായപ്പോൾ, ഇത് പുറം ലോകം അറിഞ്ഞപ്പോൾ കേസെടുത്തു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചർച്ച കണ്ടോ? ഒരു ചർച്ചയും കാണൂല. എന്തേ? അത് അവിടെ പരാതി കൊടുത്ത സ്ത്രീയല്ലേ, അവിടെ പരാതിയിലുള്ളത് ബലാത്സംഗമല്ലേ, അവിടെ പരാതിയിലുള്ളത് പീഡനമല്ലേ? പക്ഷെ ചർച്ചയില്ല. എന്താ ചർച്ചയില്ലാത്ത? അജണ്ടയില്ല. കാരണം എന്താ? സഖാവാണ്. രാഹുൽ പ്രതിപക്ഷ നിരയിലുള്ള MLA ആയിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അയാൾ MLA ആണ്. അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ രാജാവിൻ്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ചവനാണ്. നട്ടലുള്ളവനാണ്, ആർജവമുള്ളവനാണ്, ജനങ്ങളുടെ ഇടയിൽ വലിയ ജനപ്രീതിയുള്ളവനാണ്, പോരാട്ട വീര്യമുള്ളവനാണ്, നാവിന് മൂർച്ചയുള്ളവനാണ്. അതുകൊണ്ട് അവനെ വീഴ്ത്തണം. കാരണം അവനെപ്പോലെയുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് വലിയ ബുദ്ധിമുട്ട്. കാരണം മറ്റുള്ള സാധാരണ ഒരു MLA പോലെയല്ല. ഒരു MLA ഒരു അസംബ്ലിയിൽ വിജയിച്ച് കയറുമായിരിക്കും. പക്ഷേ രാഹുലിനെ കൊണ്ട് അയാൾക്ക് വിജയിക്കാനും കഴിയും, അയാളുടെ കൂടെയുള്ളവരെ വിജയിപ്പിച്ചെടുക്കുവാനും അയാളെ കൊണ്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വെട്ടി വീഴ്ത്തണം. അതാണ് അജണ്ട. ആ അജണ്ടയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മാപ്ര വിളിച്ചത് എനിക്ക് തോന്നുന്നത് നമ്പർ മാറി വിളിച്ചതാണ്. ഇനി ആരോ കൊടുത്ത നമ്പർ വേറെ ഏതോ ഒരു അഭിഭാഷകൻ്റെതാണെന്ന് കരുതി വിളിച്ചതാണ്. പക്ഷെ സംഭവം വിളിച്ചത് അഭിഭാഷകനൊക്കെ തന്നെയാണ്. പക്ഷെ വിളിച്ച അഭിഭാഷകൻ ആള് മാറിപ്പോയി. കാരണം ഈ കുഴലൂത്ത് വിദഗ്ധരായിട്ടുള്ള, ഊമ്പൽ വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരും ഉണ്ട് ഒരു ഭാഗത്ത്. അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതോ കോടതിയും കോടതിയുടെ നടപടിക്രമങ്ങളും നിയമങ്ങളും ജുഡീഷ്യറിയും ഒക്കെ വ്യക്തമായി അറിയുകയും അത് വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു അഭിഭാഷകനെയാണ് വിളിച്ചത്. അതാണ് പറ്റിപ്പോയത്. എന്താണെങ്കിലും നടപടിക്രമങ്ങളും നിയമങ്ങളും എന്താണെന്ന് മാപ്രക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ചിരി വരുന്നുണ്ട്. കാരണം കോമാളി ആയിപ്പോയത് ആരാ? മാപ്രയാണ്. എന്തോ വലിയ കാര്യം കിട്ടി എന്നുള്ള രീതിയിൽ വിളിച്ചതാണ്. എന്തെങ്കിലും ഈ പറയുന്ന പൈങ്കിളിക്കഥകൾക്ക്, ഇക്കിളിക്കഥകൾക്ക് സപ്പോർട്ടാവുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സംസാരം കിട്ടി എന്നുള്ള രീതിയിൽ വിളിച്ചതാ. പക്ഷേ സംസാരം മൊത്തം ഇവരുടെ അജണ്ടകൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്.